ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സാന ലിബി. നിങ്ങൾ കേട്ടിട്ടില്ലേ, നല്ല കാര്യങ്ങളൊന്നും പിന്നത്തേക്ക് മാറ്റി വെക്കാൻ പാടില്ല. അപ്പൊ എങ്ങനെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. 8ാം മാസത്തെ ചെറിയൊരു വളകാപ്പ് ഫംഗ്ഷൻ ആണ് കേട്ടോ. ഇത് സെക്കൻഡ് പ്രഗ്നൻസി ആണ് കേട്ടോ. സെക്കൻഡ് പ്രഗ്നൻസിയിൽ തന്നെ ആദ്യമായിട്ടൊരു വളകാപ്പ് നടത്താൻ പോവാണ് കേട്ടോ. എനിക്ക് ടച്ചപ്പ് ചെയ്തിരുന്നത് എന്റെ അനിയത്തിയാണ് കേട്ടോ. അല്ലെങ്കിലും ഞാൻ അവളെ കൊണ്ടാണ് കൂടുതലും ചെയ്യിപ്പിക്കാറുള്ളത്. ഇപ്പൊ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഇരുന്ന് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ടൈമിൽ എന്നെ കൊണ്ട് വോയിസ് ഓവർ കൊടുത്തിട്ട് പറ്റുന്നതേ ഇല്ല. അതുകൊണ്ടാണ് ഇത്രയ്ക്കും ഡിലേ ആയി പോയത് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് റെഡിയായി ഇറങ്ങാം എന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ വെയിൽ കാരണം വാഴയില ചതിച്ചിട്ടുണ്ടായിരുന്നു, ഫുള്ള് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നും വാഴയില വെട്ടി സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങാൻ വേണ്ടി കയറിയത്. അപ്പോഴത്തേക്കും നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരുങ്ങി ഇറങ്ങാൻ വേണ്ടിയിട്ട്. വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലെന്നായിരുന്നു കേട്ടോ എന്റെ ടെൻഷൻ. അപ്പൊ അനിയത്തി പറയുന്നുണ്ട് നമുക്ക് റിംഗ് ലൈറ്റ് ഒക്കെ വെച്ച് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാന്നുള്ളത്. ഞാനും ആ ഒരു കോൺഫിഡൻസിൽ ഇരിക്കുവാണ് കേട്ടോ. പറഞ്ഞുകൊണ്ടിരുന്നപ്പോ കാണാൻ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുഞ്ഞാണ് കേട്ടോ സാരി ഉടുത്ത് തന്നിട്ടുള്ളത്. ഈ ചൂടത്ത് ഈ സാരി ഞാൻ എങ്ങനെ ഉടുക്കും എന്നതായിരുന്നു എന്റെ പകുതിയോളം എന്റെ ടെൻഷൻ. ആ ടെൻഷൻ കൂടി വന്നപ്പോ ഞാൻ ഫർദർ ആക്കിയാലോ എന്ന് വരെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വാഴയിലെ പകുതി കാണാത്തത് വാഴയില തികയാത്തതും ഉണ്ടായിരുന്നു, സമയവും ഇല്ലായിരുന്നു. ഉള്ളത് കൊണ്ട് ഓണം പോലെയാണെന്നാണല്ലോ ഒരു പഴമൊഴി ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അതിനനുസരിച്ച് അങ്ങ് ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുന്നോട്ട് വെച്ച കാലം എന്തായാലും പിന്നോട്ട് വെക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു കേട്ടോ. സംഭവം കൊള്ളായിരുന്നു കേട്ടോ. ശേഷം എന്റെ 3 കുഞ്ഞുമാരിൽ ഓരോരുത്തരായി വന്ന് എനിക്ക് വളകളും എനിക്ക് സ്വീറ്റ്സും മഞ്ഞളൊക്കെ തേച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എന്റെ മൂത്ത കുഞ്ഞ് വളയുടെ നല്ല പാടുപെടുന്നുണ്ട് കേട്ടോ, കാരണം നല്ല ടൈറ്റ് ആയിരുന്നു. ഇതാണ് എന്റെ 2ാമത്തെ കുഞ്ഞ. ഇതാണ് എന്റെ 3ാമത്തെ കുഞ്ഞ്. ഈ കുഞ്ഞാണ് എനിക്ക് സാരി ഉടുത്തുന്നത് കേട്ടോ. സാരി എങ്ങനെയെങ്കിലും ഒക്കെയാണ് ഉടുപ്പിച്ചത്, കാരണം എനിക്ക് സാരി എത്തുന്നില്ലായിരുന്നു. കുഞ്ഞ് സാരി ഉടുക്കുന്നതിൽ നല്ല പ്രോയാണ് കേട്ടോ. പിന്നെ കസിൻസിന്റെ കൂടായിരുന്നു കേട്ടോ. ഇതാണ് സോന, എന്റെ മാമാടെ മോളാണ് കേട്ടോ. ഇതെന്റെ മൂത്ത കുഞ്ഞാടെ 2ാമത്തെ മോളാണ് കേട്ടോ. പേര് സപ്രു എന്നാണ് കേട്ടോ. ഇതാണ് എന്റെ മൂത്ത കുഞ്ഞാടെ മൂത്ത പുത്രി കേട്ടോ. പേര് സപ്പു എന്നാണ്. ഞങ്ങളെ കുടുംബത്തിൽ എല്ലാവർക്കും ഒരു സാമയം ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ അനിയത്തി. എന്റെ ഒറ്റമൂട് അനിയത്തി എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, എനിക്കൊരു അനിയനും കൂടി ഉണ്ട് കേട്ടോ. ഇതെന്റെ ഉമ്മച്ചിയാണ് കേട്ടോ. ഉമ്മച്ചിക്ക് പൊതുവെ വീഡിയോയിലോട്ട് വരാനൊന്നും ഇങ്ങനെ ചെയ്യാനൊന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരോടും ഫോഴ്സ് ചെയ്താണ് കേട്ടോ ഈ കൊണ്ടിരുത്തിയിരിക്കുന്നത്. എന്റെ മെയിൻ ഗസ്റ്റ് എന്ന് പറയുന്നത് എന്റെ മോള് തന്നെയാണ് കേട്ടോ. കുഞ്ഞ് ഓരോന്ന് പറഞ്ഞു കൊടുക്കുവാണ് കേട്ടോ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ. എന്തോ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എന്നെ ഈ ക്ലിപ്പ് വല്ലാണ്ട് അങ്ങ് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്നുള്ളതൊന്നും. മഞ്ഞൾ അയച്ചിരുന്ന സമയത്ത് എനിക്ക് എന്റെ ഹൽദി ഫംഗ്ഷൻ ആണ് കേട്ടോ ഓർമ്മ വന്നത്. സമയങ്ങളൊക്കെ പെട്ടെന്ന് കടന്നു പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. തോന്നലല്ല, ശരിയാണ്, എനിക്കറിയാം. എനിക്ക് വളയിട്ടിരുന്നതിനോടൊപ്പം തന്നെ അവളും വളയെടുത്തിടുന്നുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞ് പറയുന്ന ഓരോ കാര്യങ്ങൾ അവള് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മഞ്ഞൾ വരെ തേച്ച് തരുന്നുണ്ടായിരുന്നു. പരിപാടിക്ക് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് സോങ് ഒക്കെ വെച്ച് അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചായിരുന്നു. കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് എനിക്ക് സോങ്ങുകളൊന്നും എല്ലാം ആഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ടുള്ളത്. ഹൈസൂന് നേരത്തെ നോട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പൂവ്. അങ്ങനെ കസിനൊക്കെ എടുത്തു കൊടുത്ത് കഥയൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ. ആള് നല്ല ഓക്കെയാണ്. ശേഷം ഞങ്ങൾ അകത്ത് പോയി കുറച്ച് റീൽ എടുക്കാൻ നിന്നപ്പോൾ കാണാം എന്റെ അനിയൻ എനിക്ക് കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 കേക്ക് ഞാനും ഹൈസും കൂടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹൈസുവിന് കേക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അതുകൊണ്ട് കേക്ക് എവിടെ കട്ട് ചെയ്ത് നിന്നാലും ആള് മുൻപന്തിയിൽ തന്നെ കാണാറുണ്ട്. അനിയൻ പറയാതാണ് കേട്ടോ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ലാസ്റ്റ് കേക്ക് കട്ട് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്റെ ഒരു ചെറിയ വളകാപ്പ് ഫംഗ്ഷന്റെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.